സീസൺ 7-ൽ ആദ്യ നോമിനേഷൻ നടന്നിരിക്കുകയാണ്. ഹിപ്പോക്രസി, കപടമുഖം, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, ഗെയിം സ്പിരിറ്റ് ഇല്ലായ്മ എന്നീ കാരണങ്ങൾ കൊണ്ടെല്ലാം ഹൗസിൽ പലരും നോമിനേറ്റായി. എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. വസ്ത്രധാരണം. അതേ, വസ്ത്രധാരണം ശരിയല്ലെന്നും ഇത്തരം വസ്ത്രങ്ങൾ കേരള സംസ്കാരത്തിന് യോജിച്ചതല്ലെന്നും പ്രേക്ഷകർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും പറഞ്ഞ് ഹൗസിൽ ഒരാൾ മറ്റൊരാളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ആരാണെന്നല്ലേ? ഷാനവാസ്. ജിസേലിൻ്റെ വസ്ത്രധാരണമാണ് ഷാനവാസ് നോമിനേഷനിൽ ചൂണ്ടിക്കാട്ടിയത്. വസ്ത്രധാരണമൊക്കെ തികച്ചും വ്യക്തിപരമായ ചോയ്സാണ്. എന്ത് ധരിക്കണം, എന്ത് ധരിക്കേണ്ട എന്നെല്ലാം അവനവനാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ ജിസേലിൻ്റെ വസ്ത്രധാരണം ഈ ഷോയിൽ അത്ര കണ്ട് ഉൾക്കൊള്ളാൻ പ്രയാസമാണെന്നാണ് ഷാനവാസ് പറഞ്ഞത്. ബി ഹൗസിൽ വസ്ത്രധാരണം പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്ന ആദ്യ മത്സരാർത്ഥി ഷാനവാസ് ആയിരിക്കാം. കഴിഞ്ഞ സീസണിൽ ജിൻഡോ, അതിനു മുൻപ് അഖിൽ മാരാർ, അതിലും മുൻപ് രജിത് കുമാർ ഇവരെല്ലാം വസ്ത്രധാരണം ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കിയവരാണ്. 100-ൽ ഒരു 30% പേർ ജിസേലിൻ്റെ വസ്ത്രത്തെ വളരെ നോർമലൈസായി കണ്ടാലും ബാക്കി 70% പ്രേക്ഷകരുടെ ഉള്ളിലും വസ്ത്രധാരണം ഒരു വിഷയമാകാൻ തന്നെ സാധ്യതയുണ്ട്. ആ 70% പേരെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഷാനവാസ് ഇത്തവണ ജിസേലിൻ്റെ വസ്ത്രധാരണം ഒരു വിഷയമാക്കി നോമിനേഷനിൽ പേര് പറഞ്ഞത്. മാത്രമല്ല, ഷാനവാസിന് പ്രത്യേകിച്ചും പുറത്ത് മിനി സ്ക്രീൻ ആരാധകരാണ് കൂടുതൽ. അതിൽ തന്നെ സ്ത്രീകൾ. അവരെ ലക്ഷ്യം വെച്ചാണോ ഈ കളി എന്നും സംശയമില്ലാതില്ല. വളരെ തന്ത്രപൂർവ്വം തൻ്റെ ലക്ഷ്യസ്ഥാനം നേടാൻ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ചെറിയ രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ആളുകളെ ട്രിഗർ ചെയ്യാനും ഷാനവാസ് ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ വിഷയത്തിൽ അനുമോളെ മനഃപൂർവ്വം ട്രിഗർ ചെയ്തതും ഷാനവാസിൻ്റെ സ്ട്രാറ്റജിയാണ്. കണക്കിന് തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുകയാണെങ്കിൽ ഷാനവാസ് കുറച്ചധികം ദിവസം ബി ഹൗസിൽ നിന്നേക്കും. എന്നാൽ കുങ്കുമപ്പൂവിലെ രുദ്രനായി ഇവിടെ കളിക്കാൻ നിൽക്കേണ്ടെന്ന് അക്ബർ ഷാനവാസിന് ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. അതേസമയം വസ്ത്രധാരണം ചർച്ചയാക്കിക്കൊണ്ടുള്ള ഷാനവാസിൻ്റെ നോമിനേഷൻ സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ്. ഷാനവാസിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നു. ഷാനവാസിൻ്റെ തന്ത്രങ്ങൾ വിജയിക്കുമോ, അതോ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുമോ, അതോ എല്ലാം മറികടന്ന് ഷാനവാസിൻ്റെ വോട്ടിനെ ആരോ ഈ പരാമർശം ബാധിക്കുക? വസ്ത്രധാരണത്തിൻ്റെ കാര്യം ഷാനവാസ് ഹൗസിലുള്ളവരോട് തുറന്നു പറഞ്ഞാൽ അത് കലാശിക്കുക വലിയൊരു അടിയിലായിരിക്കുമോ? വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.